ഉം. സാധാരണ ഒരു റോഡ് അപകടം കണ്ടാൽ നമ്മൾ എന്താ ആദ്യം ചെയ്യുക? നേരെ ആ ഡ്രൈവറെ കുറ്റം പറയും, അല്ലേ? അതെ അതെ, ഏറ്റവും എളുപ്പം അതാണല്ലോ. ആ വണ്ടി ഓടിച്ച് ആളുടെ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അമിത വേഗത അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയും. കറക്റ്റ്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വിധി എഴുതും. പക്ഷേ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളെ പിന്നിൽ നിന്ന് തള്ളുന്ന ചില അദൃശ്യമായ പ്രഷറുകളുണ്ടെങ്കിലോ? ഉം, അതാണ് നമ്മൾ ഈ പുതിയ ഡീപ്പ് ഡൈവിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്തേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സയ്യിദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർ ഘർ സെ എക് സൈനിക് എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതെ, ആ പുസ്തകത്തിലെ 5-ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ പേര് തന്നെ ദ പ്രഷേഴ്സ് ദാറ്റ് പുഷസ് എന്നാണ്. അതായത് നമ്മെ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യങ്ങൾ. ഇത് കേവലം നിയമലംഘനങ്ങളുടെ കഥയല്ല, മറിച്ച് മനുഷ്യരുടെ ജീവിതമാർഗവും സിസ്റ്റവും തമ്മിലുള്ള പോരാട്ടമാണ്. ശരിയാണ്. നമ്മൾ എപ്പോഴും കാണുന്നത് റോഡിലെ ആ അവസാനത്തെ ഇടിയോ വെട്ടിക്കലോ മാത്രമാണ്. പക്ഷേ ഈ ഒരു ഡീപ്പ് ഡൈവിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ കാഴ്ചപ്പാട് ഒന്നുകൂടി വിശാലമാക്കാനാണ്. തീർച്ചയായും. കാരണം റോഡിലെ സുരക്ഷ എന്നത് എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങളുടെ സാമ്പത്തിക നില, നിങ്ങളുടെ ജോലി, നിങ്ങളെ നിയന്ത്രിക്കുന്ന ടാർഗറ്റുകൾ ഇതൊക്കെ നിങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോ ഈ ടാർഗറ്റുകളുടെ കാര്യം പറയുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ വില്ലൻ സമയം തന്നെയാണ്. പുസ്തകത്തില് ഒരു ട്രക്ക് ഡ്രൈവറുടെ കഥ പറയുന്നുണ്ടല്ലോ. ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് 72 മണിക്കൂർ കൊണ്ട് ചരക്കെത്തിക്കുക എന്നതാണ് അയാളുടെ ടാർഗറ്റ്. എന്റെ സംശയം എന്താണെന്നാൽ ഈ ഒരു ഡെഡ്ലൈൻ ആരാണ് നിശ്ചയിക്കുന്നത്? അതൊരു വലിയ സിസ്റ്റമാണ്. ഈ സപ്ലൈ ചെയിൻ കമ്പനികളുടെ ലോജിസ്റ്റിക്സ് വിഭാഗമാണ് ഇത് തീരുമാനിക്കുന്നത്. അവർ ഒരു മാപ്പിൽ ഡൽഹിയും മുംബൈയും തമ്മിലുള്ള ദൂരം നോക്കുന്നു. ഓക്കെ. എന്നിട്ട് ഒരു ശരാശരി വേഗത കണക്കാക്കുന്നു. അങ്ങനെ കൃത്യം 72 മണിക്കൂർ എന്ന് തീരുമാനിക്കുന്നു. അവിടെ ആ വണ്ടിയോടിക്കുന്നത് ഒരു മനുഷ്യനാണെന്നോ അയാൾക്കിടയ്ക്ക് ഉറങ്ങണമെന്നോ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവുമെന്നോ ഒന്നും അവർ നോക്കുന്നില്ലേ? ഇല്ലില്ല, അതൊന്നും ഈ അൽഗോരിതങ്ങളിൽ വരുന്നില്ല. ഈ സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഡ്രൈവറുടെ ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കും. അതായത് ആ സമയമെന്നത് വെറുമൊരു ടാർഗറ്റല്ല, അയാളുടെ കുടുംബത്തിന്റെ അന്നമാണ്. ഭയങ്കരം തന്നെ. അപ്പോ 2 പകലും 2 രാത്രിയും അയാൾ ഉറക്കമില്ലാതെ വണ്ടിയോടിക്കാൻ നിർബന്ധിതനാകുന്നു. ഇവിടെയാണ് പുസ്തകത്തിൽ പറയുന്ന ആ മൈക്രോ സ്ലീപ്പ് എന്ന അവസ്ഥ വരുന്നതല്ലേ? അതെ. നമ്മൾ വിചാരിക്കുന്നത് മുഖത്ത് കുറച്ച് വെള്ളം തളിച്ചാൽ അല്ലെങ്കിൽ ഒരു കടുപ്പത്തിൽ ചായ കുടിച്ചാൽ മാറുന്നതാണ് ഉറക്കമെന്നാണ്. പക്ഷേ ഇതങ്ങനെയല്ല എന്ന് പുസ്തകത്തിൽ പറയുന്നു. ഒരിക്കലുമല്ല. നമ്മുടെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്, സിർക്കാഡിയൻ റിതം എന്ന് പറയും. രാത്രി വൈകി, പ്രത്യേകിച്ച് പുലർച്ചെ 2 മണിക്കും 5 മണിക്കുമിടയിൽ ശരീരം അതിന്റെ ഏറ്റവും താഴ്ന്ന പ്രവർത്തന നിലയിലായിരിക്കും. ആ സമയത്ത് നമ്മൾ ഉറങ്ങേണ്ടതാണ്. കറക്റ്റ്. ആ സമയത്ത് ശരീരത്തിന് വിശ്രമം അനിവാര്യമാണ്. ഡ്രൈവർ തന്റെ ഇച്ഛാശക്തി കൊണ്ട് ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചാലും തലച്ചോറ് സ്വയം ഷട്ട് ഡൗൺ ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൈക്രോസ്ലീപ്പ്. അതായത് ഡ്രൈവർ പോലും അറിയില്ല അയാള് ഉറങ്ങിയെന്ന്. കണ്ണുകൾ തുറന്നിരിപ്പുണ്ടാവാം, പക്ഷെ തലച്ചോറ് വിവരങ്ങൾ പ്രോസസ് ചെയ്യില്ല. വെറും 1-2 സെക്കൻഡുകൾ മാത്രമായിരിക്കും ആ അവസ്ഥ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വലിയ ട്രക്ക് 2 സെക്കൻഡ് ഡ്രൈവർക്ക് നിയന്ത്രണമില്ലെങ്കിൽ ആ വണ്ടി ചിലപ്പോൾ 50-60 മീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതെ, അതൊരു വലിയ ദൂരമാണ്. ആ സമയത്ത് മുൻപിലൊരു കാറുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഭയാനകമാണത്. എന്നിട്ട് ഗതികെട്ട് ഈ ഡ്രൈവർ തന്റെ സീറ്റിനടുത്തിരിക്കുന്ന ക്ലീനർക്ക് വണ്ടി കൈമാറുന്നു. ആ ക്ലീനർക്ക് ഈ വലിയ വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ടുകളെക്കുറിച്ച് വല്ല ധാരണയുണ്ടാകുമോ? മിക്കവാറും യാതൊരു ധാരണയും ഉണ്ടാകില്ല. അയാൾക്കൊരു പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഉണ്ടാകില്ല. എന്താ പറയാ? പക്ഷേ ഡ്രൈവറെ സംബന്ധിച്ച് ആ നിമിഷം വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാൻ കഴിയില്ല. സിസ്റ്റം ചോദിക്കുന്നത് സാധനങ്ങൾ കൃത്യസമയത്ത് ഗോഡൌണിൽ എത്തിയോ എന്ന് മാത്രമാണ്. ആ യാത്രയ്ക്കിടയിൽ ഡ്രൈവർ എത്ര തവണ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് ഒരു കണക്കിലും വരുന്നില്ല. ശരിയാണ്. ഈ അൽഗോരിതങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഹൈവേകളിൽ മാത്രമല്ലല്ലോ നടക്കുന്നത്. നമ്മുടെ നഗരങ്ങളിലെ ഫുഡ് ഡെലിവറി നടത്തുന്ന ചെറുപ്പക്കാരുടെ കാര്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഒരു 20 വയസ്സൊക്കെയുള്ള യുവാവ് ഒരേ സമയം 3 ഓർഡറുകളുമായി ട്രാഫിക്കിലൂടെ പായുകയാണ്. അയാളുടെ ശ്രദ്ധ മുഴുവൻ റോഡിലാകാൻ ഒരു വഴിയുമില്ല. ആ യുവാവിന്റെ ശ്രദ്ധയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ആ ഡെലിവറി ആപ്പ്. ആപ്പിന്റെ ഇന്റർഫേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അവരിലൊരു സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടാക്കാനാണ്.
അതായത് ആ ടൈമർ കുറയുന്നത്. അതെ, സമയം കുറയുന്തോറും ഫോണിലെ ടൈമർ ചുവപ്പ് നിറത്തിലാകുന്നു. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ കസ്റ്റമറുടെ മെസ്സേജുകൾ വരും. അവിടെ ആ യുവാവ് റോഡിലെ കുഴികളോ എതിരെ വരുന്ന വണ്ടികളോ അല്ല നോക്കുന്നത്. ആ ചുവന്ന ടൈമറാണ് നോക്കുന്നത്. കറക്റ്റ്. റേറ്റിംഗ് കുറഞ്ഞാൽ ജോലി പോകും എന്ന ഭയം അവനെക്കൊണ്ട് വലിയ റിസ്കുകൾ എടുപ്പിക്കുന്നു. എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇതൊരു പ്രഷർ കുക്കർ പോലെയാണ്. തീ പുറത്താണ്, പക്ഷെ വേവുന്നത് ഉള്ളിലിരിക്കുന്ന ആളാണ്. എങ്കിലും ഇതൊരു ന്യായീകരണമായി പറയാൻ പറ്റുമോ? എനിക്ക് വീട്ടിൽ ഭക്ഷണം വേഗത്തിൽ വേണം. അതിനവർ ആപ്പ് ഉപയോഗിക്കുന്നു. അതവരുടെ ജോലി. പക്ഷെ ആ ജോലി പോകാതിരിക്കാൻ വേണ്ടി അവർ റോഡിലെ ചുവപ്പ് സിഗ്നൽ മറികടക്കുന്നതും റോങ് സൈഡിലൂടെ വരുന്നതും എങ്ങനെ ശരിയാകും? ശരിയല്ല. ആ നിയമലംഘനം കാരണം അപകടത്തിൽപ്പെടുന്നത് ചിലപ്പോൾ വഴിയിലൂടെ പോകുന്ന നിരപരാധികളായ മറ്റുള്ളവരല്ലേ? അപ്പോ വ്യക്തികളുടെ തീരുമാനങ്ങൾ അവിടെ തെറ്റല്ലേ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആരും അവരുടെ നിയമലംഘനങ്ങളെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ആ നിയമലംഘനത്തിന് അവരെ നിർബന്ധിതരാക്കുന്ന സാഹചര്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിഗ്നലില് കാത്തുകിടന്നാൽ സുരക്ഷിതനാകും എന്ന് അവനറിയാം. പക്ഷെ ആ കാത്തുകിടക്കുന്ന സമയം അവന്റെ അന്നത്തെ റേറ്റിംഗിനെ ബാധിക്കും. ഓർഡർ എടുക്കുന്ന ആ അൽഗോരിതങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങളോ മനുഷ്യന്റെ ജീവനോ ബാധകമല്ലല്ലോ. അതിന് സമയം മാത്രമാണ് വിഷയം. അതെ, അവ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് വേഗതയ്ക്ക് മാത്രമാണ്. വേഗത്തിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിലൂടെ ആ യുവാവിന്റെ റേറ്റിംഗ് ആപ്പിൽ സുരക്ഷിതമാകുന്നുണ്ടാകാം. പക്ഷെ ആ റേറ്റിംഗ് സംരക്ഷിക്കാൻ അവനെടുക്കുന്ന റിസ്ക് മുഴുവൻ അവൻ വലിച്ചെറിയുന്നത് ഈ പബ്ലിക് റോഡിലേക്കാണ്. ശരിയാണ്. ചൂടുള്ള ഭക്ഷണം വേഗം വേണമെന്ന് വാശി പിടിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ഈ അപകടങ്ങൾക്ക് കാരണക്കാരാകുന്നുണ്ട്. അപ്പോ ആ ഡെലിവറി ബോയുടെ സമയത്തിന് അവിടെ വിലയിടുന്നത് പണമാണ്. റേറ്റിംഗ് കുറഞ്ഞാൽ പണം കുറയും. വിശപ്പാണ് ആ കൈമറിനേക്കാൾ വേഗത്തിലോടുന്നത്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞു. ശരിക്കും ഈ സാമ്പത്തിക സമ്മർദ്ദം നമ്മൾ അടുത്തതായി കാണാൻ പോകുന്ന വിഷയത്തിലേക്ക് വളരെ വ്യക്തമായി വിരൽ ചൂണ്ടുന്നുണ്ട്. അതായത് അതിജീവനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ എക്കണോമിക്സ് ഓഫ് സർവൈവൽ. അതെ, സമയത്തിന്റെ സമ്മർദ്ദം മാത്രമല്ല, സാമ്പത്തികമായ അസമത്വങ്ങളും റോഡിലെ തീരുമാനങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. സാധാരണക്കാരായ ഡ്രൈവർമാരെ സംബന്ധിച്ച് റോഡ് എന്നത് വെറുമൊരു യാത്രാമാർഗമല്ല, അവരുടെ ജോലിസ്ഥലമാണ്. പുസ്തകത്തിലെ ആ ഓട്ടോ ഡ്രൈവറുടെ ഉദാഹരണം തന്നെ എടുക്കാം. നഗരത്തിൽ വണ്ടിയോടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ റോഡരികിൽ നിൽക്കുന്ന ഒരു യാത്രക്കാരനെ കാണുമ്പോൾ മിറർ നോക്കാൻ പോലുമുള്ള സമയം കളയാതെ പെട്ടെന്ന് വണ്ടി വെട്ടിക്കുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. എന്റെ മുൻപിലാണിത് നടക്കുന്നതെങ്കിൽ ഞാൻ വണ്ടി നിർത്തി അയാളോട് ചൂടാകും, ഉറപ്പാണ്. കാരണം അയാൾ എന്റെ സുരക്ഷയാണ് അവിടെ അപകടത്തിലാക്കിയത്. വാടക കൊടുക്കാൻ പണമില്ലാന്ന് കരുതി എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കാൻ അയാൾക്ക് അവകാശമില്ലല്ലോ. തീർച്ചയായും അവകാശമില്ല. നിങ്ങളുടെ ദേഷ്യം പൂർണ്ണമായും ന്യായമാണ്. പക്ഷെ നമ്മൾ ആ ഓട്ടോ ഡ്രൈവറുടെ മാനസികാവസ്ഥ കൂടി ഒന്ന് പരിശോധിക്കണം ഈ ഡീപ് ഡൈവില്. അത് നോക്കാം. അയാള് കണ്ണാടി നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ സൈഡിലേക്ക് ഒതുക്കുമ്പോഴേക്കും ആ യാത്രക്കാരൻ മറ്റൊരു ഓട്ടോയിൽ കയറിപ്പോയിട്ടുണ്ടാകും. ആ ഒരു യാത്രക്കാരനെ നഷ്ടപ്പെടുക എന്നത് ചിലപ്പോൾ അയാളുടെ അന്നത്തെ വീട്ടുവാടകയോ കുട്ടിയുടെ ഫീസോ മുടങ്ങാൻ കാരണമായേക്കാം. ഒരൊറ്റ യാത്രക്കാരൻ. അതെ, സാമ്പത്തിക ഭദ്രതയില്ലാത്തൊരാളുടെ തലച്ചോറ് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ദീർഘകാല സുരക്ഷ നോക്കിയല്ല, മറിച്ച് അന്നത്തെ അന്നം നോക്കിയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, രണ്ടുപേരും ഒരേ റോഡിലാണ്. ഈ പറയുന്ന ഒരു ആഡംബരക്കാരും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുന്നു എന്ന് കരുതുക. ഒരേ അപകടം, ഒരേ റോഡ്. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം രണ്ടുപേർക്കും രണ്ട് രീതിയിലായിരിക്കും, അല്ലേ? അതാണ് ഈ സാമ്പത്തിക അസമത്വത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖം. ആഡംബരക്കാരുടമയെ സംബന്ധിച്ച് ആ അപകടം ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമാണ്. വണ്ടിയുടെ ബമ്പർ പോയിട്ടുണ്ടാകാം. അയാളത് ഇൻഷുറൻസ് കമ്പനിയായിരിക്കും. അതെ, വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കും, പകരം ഒരു ക്യാബ് വിളിച്ച് ഓഫീസിൽ പോകും. അതൊരു സാമ്പത്തിക തകർച്ചയല്ല അയാൾക്ക്. എന്നാൽ ഓട്ടോ ഡ്രൈവറുടെ കാര്യമോ? ഭയങ്കര നഷ്ടമായിരിക്കും. വണ്ടിക്കുണ്ടാകുന്ന ചെറിയൊരു കേടുപാട് മാറ്റാൻ ചിലപ്പോൾ അയാളുടെ 10 ദിവസത്തെ വരുമാനമായിരിക്കും ചെലവാകുക. അത് നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ദിവസങ്ങളിൽ അയാൾക്ക് വേറെ വരുമാനവുമില്ല. അതായത് ആ ഒരു ചെറിയ കൂട്ടിയിടി ആ കുടുംബത്തെ പട്ടിണിയിലേക്ക് തള്ളിയിടും. അപ്പോൾ സുരക്ഷ എന്നത് എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു അവകാശമല്ല, അതൊരു പ്രിവിലേജ് കൂടിയാണ്. അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് സത്യം. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് റോഡിൽ സുരക്ഷിതമായി സാവധാനം വണ്ടി ഓടിക്കാൻ കഴിയും. പക്ഷേ അന്നത്തിന് വക കണ്ടെത്തുന്നവർക്ക് സുരക്ഷയേക്കാൾ വലുത് ആ ദിവസത്തെ വരുമാനമാണ്. ഈയൊരു കോൺട്രാസ്റ്റ് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. അതെ,
ഈ സാമ്പത്തിക സമ്മർദ്ദമാണ് പലപ്പോഴും അവരെ അപകടകരമായ രീതിയിൽ വണ്ടിയോടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇൻഷുറൻസും ബാങ്ക് ബാലൻസുമുള്ള ഒരാളുടെ തീരുമാനങ്ങളല്ല വൈകുന്നേരം മരുന്നിനു പണം കണ്ടെത്തേണ്ട ഒരാൾ റോഡിലെടുക്കുന്നത്. മനസ്സിലായി. നമ്മളിതുവരെ സംസാരിച്ചത് വണ്ടിക്കുള്ളിലിരിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ വില്ലൻ. നമ്മുടെ യാത്ര ചെയ്യുന്ന ഈ റോഡുകൾ തന്നെ ചിലപ്പോൾ നമുക്ക് എട്ടിന്റെ പണി തരാറില്ലേ? ഉറപ്പായും. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ പോരായ്മകളാണ് വ്യക്തികളുടെ സമ്മർദ്ദങ്ങൾക്കപ്പുറമുള്ള അടുത്ത വലിയ പ്രശ്നമെന്ന് ഹക്കീം തന്റെ പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ, അതായത് ആ കോർഡിനേഷൻ ഗ്യാപ്പ്, അതാണ് നമ്മുടെ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പരാജയം. സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രത്യേക കളങ്ങളിലാണായാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്ലാൻ വേറെ, വാട്ടർ അതോറിറ്റിയുടെ പ്ലാൻ വേറെ, വൈദ്യുതി വകുപ്പിന്റെ പ്ലാൻ വേറെ. അവർ തമ്മിൽ സംസാരിക്കാറില്ല. അതെ, നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ. ഒരു റോഡ് ലക്ഷങ്ങൾ മുടക്കി പണിയുന്നു, വളരെ ഭംഗിയായി ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷെ വെറും 10 ദിവസം കഴിയുമ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് വന്ന് വാട്ടർ പൈപ്പ് ഇടാൻ വേണ്ടി ആ പുതിയ റോഡ് കുഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിചിത്രമായ ഏർപ്പാടാണ്. ഇതിനെ എനിക്കിങ്ങനെ ഉപമിക്കാനാണ് തോന്നുന്നത്. നമ്മൾ വലിയ പ്ലാനിങ്ങിൽ ഒരു വീട് വയ്ക്കുന്നു, ഭംഗിയായി പെയിന്റൊക്കെ അടിക്കുന്നു, എന്നിട്ട് അതിലേക്ക് കയറാൻ മുൻപിൽ പടികൾ വെക്കാൻ മറന്നുപോകുന്നു. അതുപോലെയല്ലേ നമ്മുടെ പല വലിയ പ്രോജക്റ്റുകളും? സത്യം. 10 വർഷമെടുത്ത് ഒരു വലിയ ഹൈവേയോ പാലവോ പണിയും. പക്ഷേ അതിൽ നിന്ന് താഴേക്കിറങ്ങാനുള്ള എക്സിറ്റ് റാമ്പുകൾ പണിയാൻ ചിലപ്പോൾ അവരെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ വീതി കൂട്ടിയ റോഡിന്റെ നടുവിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ്. അതെ, അത് മാറ്റാൻ വൈദ്യുതി വകുപ്പ് വന്നിട്ടുണ്ടാവില്ല. കാരണം അതിനുള്ള ഫണ്ട് അവർക്ക് പാസ്സായിട്ടുണ്ടാവില്ല. റോഡ് പണിയുമ്പോൾ വെളിച്ചം കൊടുക്കാൻ പ്ലാൻ ചെയ്യും, പക്ഷേ അത് റോഡിലെത്തില്ല. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആരാ? നമ്മൾ സാധാരണക്കാരായ യാത്രികർ തന്നെ. അതെ, ഇത്തരം ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥകൾ കാരണം അപകടത്തിൽപ്പെടുന്നതും മരിക്കുന്നതും ടാക്സ് കൊടുക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ ഹൈവേകളുടെ കാര്യം പറയുമ്പോൾ പുസ്തകത്തിൽ പറയുന്ന വില്ലേജ് വേഴ്സസ് ഹൈവേ ലോജിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റാണ്. അതെ, നമ്മൾ വലിയ ഹൈവേകൾ പണിയുമ്പോൾ അത് പലപ്പോഴും കടന്നുപോകുന്നത് ഗ്രാമങ്ങളിലൂടെയാണ്. ഈ ഹൈവേയുടെ വേഗതയും ഗ്രാമങ്ങളിലെ പതുക്കെയുള്ള ജീവിതരീതിയും തമ്മിൽ വലിയൊരു ക്ലാഷ് അവിടെ നടക്കുന്നുണ്ട്. 2 വ്യത്യസ്ത ലോകങ്ങൾ ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്ന വലിയൊരു അപകടമാണത്. ഹൈവേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഹനങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ വേഗത്തിൽ പോകാനാണ്. മണിക്കൂറിൽ 100 കിലോമീറ്റർ സ്പീഡിലായിരിക്കും വണ്ടികൾ വരുന്നത്. പക്ഷേ ആ ഹൈവേ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗ്രാമവാസികൾക്ക് അതൊരു ഹൈവേ അല്ല, അവരുടെ വീടിനു മുന്നിലൂടെ പോകുന്ന വഴിയാണ്. അവർ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് ആ റോഡ് ക്രോസ് ചെയ്താണ്. അതെ, പശുക്കളെ മേയാൻ കൊണ്ടുപോകുന്നതും ട്രാക്ടറുകൾ പോകുന്നതും എല്ലാം ആ വഴിയിലൂടെ തന്നെയാകും. അപ്പോൾ അവിടെ ഒരു വലിയ സ്പീഡ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സർവീസ് റോഡോ അല്ലെങ്കിൽ ആളുകൾക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ ഒരു അണ്ടർപാസോ പണിയേണ്ടതല്ലേ? അതല്ലേ സിസ്റ്റം ചെയ്യേണ്ടത്? തീർച്ചയായും പണിയണം. പക്ഷെ പലപ്പോഴും പ്രോജക്റ്റിന്റെ ചിലവ് ചുരുക്കാൻ വേണ്ടി ഡിസൈനർമാർ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കും. സർവീസ് റോഡ് പണിയാൻ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കണം, അതിന് കൂടുതൽ പണം വേണം. അപ്പോൾ അവിടെയും കാശാണ് പ്രശ്നം. അതെ, അങ്ങനെ ഫണ്ട് ലാഭിക്കാൻ വേണ്ടി സുരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കുമ്പോൾ അവിടെ ഹൈവേയിലെ വേഗതയും ഗ്രാമത്തിലെ ആവശ്യങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ആ വലിയ വേഗതയിൽ വരുന്ന വണ്ടി ഗ്രാമത്തിലെ ഒരു ട്രാക്ടറുമായോ അല്ലെങ്കിൽ റോഡ് മുറിച്ചു കടക്കുന്ന ഒരാളുമായോ കൂട്ടിയിടിക്കുന്നു. ഈ ചോര വീഴുന്നത് ആരുടെ അക്കൗണ്ടിലാണ്? വണ്ടി ഓടിച്ച ഡ്രൈവറുടെ മാത്രം തെറ്റാണോ അത്? അല്ല, അത് ഡിസൈൻ ചെയ്ത സിസ്റ്റത്തിന്റെ പരാജയം കൂടിയാണ്. ഈ സിസ്റ്റത്തിന്റെ പരാജയങ്ങൾ കാണുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് മറ്റൊന്നാണ്. പുസ്തകത്തിൽ പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് 2047 എന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടല്ലോ. വികസനം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ? നല്ലൊരു ചോദ്യം. സിസ്റ്റം ഇത്രത്തോളം പരാജയപ്പെടുമ്പോഴും വെറും വീതിയുള്ള കോൺക്രീറ്റ് റോഡുകളും വലിയ പാലങ്ങളും പണിയുന്നതാണോ യഥാർത്ഥ വികസനം? ഒരിക്കലുമല്ല. വികസനമെന്നാൽ കേവലം ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല എന്ന് പുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതൊരു മാനസികാവസ്ഥ കൂടിയാണ്, ഒരു സിസ്റ്റത്തിന്റെ കാര്യക്ഷമത കൂടിയാണ്. ആ വലിയ റോഡിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കപ്പെടുകയും എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ വികസനമാകുന്നത്. വണ്ടികൾക്ക് വേഗത്തിൽ പോകാനുള്ള വഴികൾ മാത്രമല്ല, സാധാരണക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള വഴികൾ കൂടിയാണ് വേണ്ടത്. വെളിച്ചമില്ലാത്ത ഹൈവേകളും മാസങ്ങളോളം കുഴിച്ചു മൂടാത്ത കുഴികളും ഒരു വികസിത രാജ്യത്തിന്റെ ലക്ഷണങ്ങളല്ല. എല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ നിരാശ തോന്നുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിലാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? സിസ്റ്റം മോശമാണെന്നും പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സമ്മർദ്ദമുണ്ടെന്നും പറഞ്ഞ് നമുക്കെല്ലാം അവരുടെ മേൽ ചാരി മാറി നിൽക്കാൻ പറ്റുമോ? ആത്യന്തികമായി നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ ആ സ്റ്റിയറിംഗ് വീൽ നമ്മുടെ കയ്യിലല്ലേ? നമ്മളല്ലേ വണ്ടി ഓടിക്കുന്നത്? തീർച്ചയായും മാറ്റം വരേണ്ടത് രണ്ടു ഭാഗത്തു നിന്നുമാണ്. ഗവൺമെന്റ് തലത്തിലുള്ള ഏകോപനവും ഡിസൈനിലെ മാറ്റങ്ങളും അനിവാര്യമാണ്. പക്ഷേ സിസ്റ്റം മോശമാണെന്ന് കരുതി നമുക്ക് റോഡിൽ ശ്രദ്ധയില്ലാതെ വണ്ടിയോടിക്കാൻ കഴിയില്ല. അതെ. നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ റോഡിൽ തന്നെയായിരിക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഡെലിവറി ടാർഗറ്റോ അല്ലെങ്കിൽ റോഡ് പണിതവന്റെ അനാസ്ഥയോ ഒന്നും റോഡ് കേൾക്കാൻ നിൽക്കില്ല. റോഡിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അതെ, റോഡിന് ഫിസിക്സ് മാത്രമേ അറിയൂ. ഒരു വലിയ വണ്ടി നിങ്ങളുടെ മേൽ ഇടിച്ചാൽ നിങ്ങളുടെ ജീവൻ പോകും. അവിടെ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ നിരന്തരം ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ ജീവൻ സംരക്ഷിക്കാനുള്ള വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ല. വളരെ കൃത്യമായൊരു നിഗമനമാണത്. സയ്യിദ് അബ്ദുൽ ഹക്കീമിന്റെ ഈ പുസ്തകത്തിലെ 5-ാം അധ്യായം നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്. റോഡിലെ തെറ്റുകൾ പലപ്പോഴും ഒരു വ്യക്തിയുടെ മാത്രം അശ്രദ്ധയല്ല, മറിച്ച് അവരുടെ മേലുള്ള വലിയ അദൃശ്യ സമ്മർദ്ദങ്ങളുടെ കൂടിയാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. അതെ, ട്രക്ക് ഡ്രൈവറുടെ ബയോളജിക്കൽ വിൻഡോയെ തോൽപ്പിക്കുന്ന സമയപരിമിതികള്, ഡെലിവറി ബോയുടെ ജീവനേക്കാൾ വിലയുള്ള ആ അൽഗോരിതങ്ങള്, ഒരു ഓട്ടോ ഡ്രൈവറുടെ അതിജീവന പോരാട്ടം, പിന്നെ നമ്മുടെ തന്നെ സിസ്റ്റത്തിന്റെ ഭയാനകമായ ഏകോപനമില്ലായ്മ, ഇതെല്ലാം ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ റോഡുകളെ ഇത്രയും അപകടകരമാക്കുന്നത്. ശരിയാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ റോഡിലൂടെ പോകുന്ന ഓരോ വ്യക്തിയോടും കൂടുതൽ സഹാനുഭൂതി കാണിക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ ഓരോ വെട്ടിക്കലിനും ബ്രേക്കിടലിനും പിന്നിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതോടൊപ്പം ഓരോരുത്തരും അവരവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ജാഗ്രത കാണിക്കുകയും വേണം. തീർച്ചയായും. നമ്മുടെ ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ തരാം. അടുത്ത തവണ നിങ്ങളുടെ ഭക്ഷണം വേഗം കിട്ടാൻ ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു യാത്രക്കാരനെ കയറ്റാൻ പതുക്കെ പോകുന്ന ഓട്ടോക്കാരനെ നോക്കി ദേഷ്യപ്പെട്ട് ഹോണടിക്കുമ്പോഴോ ഒന്ന് ഓർക്കുക. അവരുടെ വണ്ടിയിൽ വഹിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ കാണാത്ത വലിയൊരു ഭാരം കൂടിയാണ്. ആ ഭാരത്തിന്മേൽ നിങ്ങളുടെ തിടുക്കം കൂടി അടിച്ചേൽപ്പിക്കണോ എന്ന് സ്വയം ചോദിക്കുക. അവർക്കും സുരക്ഷിതമായി വീട്ടിലെത്തണം. വളരെ സുരക്ഷിതമായ ഒരു യാത്രാനുഭവം നിങ്ങൾക്ക് ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.